താങ്കൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം സഭയിൽ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചത്. ആ കാര്യത്തെ ഇപ്പോൾ ഒരു ഭാഗം മാത്രം മറച്ചു വെച്ചുകൊണ്ട് താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും മുസ്ലിങ്ങളെ തെറ്റായി ചിത്രീകരിച്ചു എന്നുള്ളൊരു വ്യാഖ്യാനം വരികയാണ്. താങ്കൾ കണ്ടിരുന്നു അത്? എങ്ങനെയാണ് ആ വിഷയത്തിലെ പ്രതികരണം? ഞാനത് കണ്ടിരുന്നു. പറയൂ. ഞാനത് കണ്ടു. അപ്പൊ അസംബ്ലിയിൽ സബ്മിഷനായിട്ട് കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അസംബ്ലിയിൽ സബ്മിഷനായിട്ട് കൊണ്ടുവന്ന ആ വിഷയത്തില് ആ സബ്മിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ദാവൂദ് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതില് അന്ന് 1999 മാർച്ച് മാസം 23-നാണ് ആ സബ്മിഷൻ അവതരിപ്പിക്കുന്നത് അസംബ്ലിയിൽ. 99 മാർച്ച് മാസം 23-ന് അവതരിപ്പിക്കുന്ന സബ്മിഷൻ കാലം കഴിഞ്ഞിട്ട് ഏകദേശം 26 കൊല്ലത്തോളായി. 26 കൊല്ലത്തിന്റെ ഇടക്ക് അല്ലെങ്കിൽ ഇപ്പോ പ്രത്യേകിച്ച് നാട്ടിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ നാട്ടിൽ സംഭവിക്കാത്തതിന്റെ ഒരു വിഷയമാണ് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് NDF എന്ന് പറയുന്ന തീവ്രവർഗീയ സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈ മീഡിയ വണ്ണെന്ന് പൊള്ളിയത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അതെ ശ്രീ കണ്ണൻ, ഞാനത് അല്പം കൂടി താങ്കൾക്ക് അത് വ്യക്തത വരുത്തി തരാം. നമുക്കറിയാവുന്നതുപോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ മീഡിയ വണ്ണും ദാവൂദും ശ്രമിച്ചത് സംഘപരിവാറിനേക്കാൾ മുന്നേ CPIM മുസ്ലിം വിരുദ്ധതയുടെ മുഖം മൂടി അണിഞ്ഞിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. താങ്കളെ അതിനകത്ത് വാസ്തവത്തിൽ ഇരയാക്കുകയായിരുന്നു. പക്ഷെ താങ്കൾ അതാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായില്ല. ഞാനതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ സബ്മിഷനിൽ അതിൽ കൃത്യമായി വായിച്ചാൽ മനസ്സിലാകും. മലപ്പുറം കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഈ പ്രദേശം അവിടെ ഈ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചതെന്നും കൂടി പറയുന്നുണ്ട്. അതിൽ പ്രവർത്തകന് നേതൃത്വം കൊടുത്ത NDF ആണെന്ന് മാത്രം പ്രത്യേകം പറയുന്നുണ്ട്. ആ രൂപത്തിൽ അങ്ങനെയാണ് ഞാനതിൽ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് തന്നെ. ആ കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളിൽ NDFന്റെ ഭാഗം ഒഴിവാക്കി മലപ്പുറം ജില്ലയെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മലപ്പുറം ജില്ലയ്ക്കെതിരായി നിൽക്കുന്നു എന്നുള്ളത് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലത്ത് അവർ നടത്തിയ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഭാഗം കൂടിയാണ് എന്നെയും കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രമേയത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി എന്ന അസംബ്ലിയിൽ മറുപടി പറഞ്ഞപ്പോൾ NDF മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഈ പ്രവർത്തനത്തിൽ പങ്കുണ്ട് എന്ന് വളരെ കൃത്യമായി അസംബ്ലി രേഖ ഉണ്ട്. ആ രേഖ പരിശോധിച്ച ഏത് മാധ്യമ പ്രവർത്തകനും മനസ്സിലാവും. പിന്നെ എന്തിനു വേണ്ടിയാ ഞങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരായിക്കൊണ്ട് ഇങ്ങനൊരു ഒരു പ്രവർത്തനം മീഡിയ വണ്ണിൽ വന്ന് തെറ്റായ പ്രവർത്തനം വിളിച്ചു പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊരു പ്രക്രിയ അദ്ദേഹം നടത്തിയതിനു വേണ്ടിയാ? ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന് താങ്കൾ സഭയിൽ ഈ പരാമർശം നടത്തിയതിന്റെ അടുത്ത ദിവസം ഈ കടകളിലൊക്കെ ഈ നിലയിൽ NDF ചില വിലക്കുകൾ ഏർപ്പെടുത്തി എന്നുള്ളതാണല്ലോ പറയുന്നത്. വ്യാപാരി വ്യവസായികൾ തന്നെ അതിനെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. NDF അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുന്നത്. അല്ല, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിക്ക് അങ്ങനെ പറയാം. കാരണം എന്താ അറിയോ? അവരാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. വ്യാപാരി വ്യവസായികൾക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രൂപത്തിൽ അവരാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒരൊറ്റ വ്യാപാരി വ്യവസായ സമിതിയെ സംബന്ധിച്ചും വ്യവസായിയെ സംബന്ധിച്ച് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് നമ്മളത് പറഞ്ഞിട്ടേ ഇല്ല. നമ്മളെന്താ പറഞ്ഞത്? അങ്ങനെയുള്ള കടകളിൽ കയറി ഇവരിത് ഈ രൂപത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞു. അതിന്റെ പിന്നിൽ NDF ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞത്. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ സഭയിൽ? കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീ കണ്ണൻ, അങ്ങ് ഒന്ന് വഴങ്ങുമെങ്കിൽ ലീഗിന്റെ പ്രതിനിധിക്ക് അങ്ങയുടെ എന്തോ ചോദിക്കാനുണ്ട്. ഞാൻ അതൊന്ന് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകാം. ഒരു മിനിറ്റ് ഒന്ന് കാക്കണം. ശ്രീ ഷാക്കിർ പറയൂ. ശ്രീ കണ്ണൻ, അങ്ങയുടെ ഒരു സംശയമാണ്. എനിക്കിപ്പോ ഒരാള് മെസ്സേജ് അയച്ചതാണ്. അതായത് അന്ന് നിങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചു എന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു കേട്ടതാണ് എന്ന മറുപടിയാണ് കൊടുത്തതെന്ന് ചെക്കുട്ടി പിന്നീട് പറയുന്നുണ്ട്. ആളെ പേര് ഉൾപ്പെടെ പറയുന്നത്. അതേപോലെ നിങ്ങൾ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അന്ന് നായനാര് മുഖ്യമന്ത്രിക്ക് വേണ്ടി ശിവദാസൻ കൊടുത്ത മറുപടിയിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറയേണ്ടത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് മാത്രമല്ല ശിവദാസൻ പറഞ്ഞത്. RSS, ശിവസേന, വിശ്വ ഹിന്ദു പരിഷത്ത്, ജമാഅത്ത് ഇസ്ലാമി, PDP
പിന്നെ NDF അതെ, 6 സംഘടനയാണ്. അതാണ് നിങ്ങൾ ഷാക്കിർ വളരെ ഉൾപ്പെടെ ബോധപൂർവം അല്ലല്ല അത് ഉൾപ്പെടെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ശ്രീ കണ്ണൻ ഇന്ന് ഇത്രയോ അല്ല, അതിന്റെ തെറ്റിദ്ധാരണ പറഞ്ഞതാ. ആ സംഘടനകൾ പൂർണ്ണമായിട്ടുണ്ട്. ആ സംഘടനകൾ പൂർണ്ണമായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഞാൻ പറയട്ടെ, ആ സംഘടനകൾ പൂർണ്ണമായിട്ടുണ്ട്. എന്നിട്ട് അന്ന് മറുപടി പറഞ്ഞ് അതിന്റെ മറുപടിന്റെ കുറിച്ച് NDF വെട്ടിയപ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കലല്ല അതിന്റെ ആളുകൾ അദ്ദേഹത്തിന്റെ ഞാൻ ബഹുമാനപ്പെട്ട ശിവദാസ മേനോൻ പറഞ്ഞ മറുപടിയിൽ എന്തിനാ എന്റെ വാക്ക് കണ്ടെടുക്കേണ്ടത്? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ മറുപടിയിൽ വളരെ കൃത്യമായി തന്നെ രേഖ ഉണ്ടത്. അസംബ്ലി രേഖ ഉണ്ട്. ഈ അസംബ്ലി രേഖകൾ എന്തിനാ ഞാൻ മറച്ചു വെക്കുന്നത്? അത് ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഉണ്ട്. അതില് RSSനെ പറയുന്നുണ്ട്, BJPയെ പറയുന്നുണ്ട്, NDFനെ പറയുന്നുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഉണ്ട് അതില്. അതാ ഞാൻ പറഞ്ഞത്. ആ രൂപത്തിലേക്കാണെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞത്. പിന്നെന്തിനാ തെറ്റിദ്ധാരണ? ഒരു തെറ്റിദ്ധാരണ പ്രശ്നമില്ല. ശരി.